ഇപ്പോൾ അവർ ഉള്ളത്. ഏതായാലും പ്രതിഷേധം ശക്തമാക്കി മുന്നോട്ട് പോകാൻ രാഹുൽ ഗാന്ധിയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത്. 300-ലധികം എംപിമാർ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും 300-ലധികം എംപിമാർ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നടക്കമുള്ള എംപിമാരടക്കം മുൻനിരയിൽ തന്നെയുണ്ട്. പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പാർട്ടി നേതാക്കളും എംപിമാരും അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പാർലമെന്റിന് മുന്നിലെ റോഡുകളിലടക്കം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. പാർലമെന്റിന് പുറത്ത് പ്രതിഷേധം തുടങ്ങിയപ്പോൾ പാർലമെന്റിന് പുറത്ത് ആദ്യം ഇവരെ തടഞ്ഞിരുന്നില്ല. എന്നാൽ കുറച്ച് മുന്നിലോട്ട് എത്തിയപ്പോൾ തന്നെ പ്രതിഷേധക്കാരെ പൂർണ്ണമായും തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തൗഫീഖ് തുടരുന്നുണ്ട്. തൗഫീഖ്, എങ്ങനെയാണ് പ്രതിഷേധക്കാരെ ഇപ്പോഴും അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്? ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഇതിന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുന്നിൽ നിൽക്കുകയാണ്. ഒരു കാരണവശാലും തങ്ങൾ മടങ്ങിപ്പോകില്ല എന്ന നിലപാടിൽ തന്നെയാണ് നേതാക്കൾ ഉള്ളത്. കാരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, രാജ്യത്തെ മുഴുവനായി ബാധിക്കുന്ന വിഷയമാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുന്ന നടപടി. അതുകൊണ്ടാവില്ല രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇന്ത്യ മൊത്തം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. സംശയങ്ങൾക്ക് അതീതമായി ഇന്ത്യ രാജ്യം ഏറ്റെടുക്കുന്നു. ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല. ഞങ്ങൾ സമരം നടത്തും. വോട്ടുകൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യ എംപിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇത്രയും ആളുകളെ ഓഫീസിലേക്ക് കടത്തിവിടാൻ കഴിയില്ല എന്ന നിലപാടിലാണ്. വനിതാ എംപിമാരടക്കം നിരവധി ആളുകൾ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നിരവധി എംപിമാർ, കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം ഈ മാർച്ചിൽ പങ്കെടുക്കുകയാണ്. അവിടെ മാർച്ച് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് നിർത്തിയിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ഇപ്പോൾ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ എന്താണ് അവിടെ നിന്ന് ഈ എംപിമാർ ചെയ്യുന്നത്? ജിൽസി, ബാരിക്കേഡ് മറികടന്നുകൊണ്ട് എംപിമാർ ഇപ്പോൾ പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് എംപിമാർ ഇതാ നടന്നു നീങ്ങുന്നു. പോലീസിന്റെ വലിയ വലയം ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ എംപിമാർ മുന്നോട്ട് നീങ്ങുന്നത്. എന്നാൽ അവരെ പോലീസ് തടയുന്നുണ്ട്. എന്നാൽ പോലീസിന്റെ തടയലുകളെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ മുന്നോട്ട് പോകുന്നത്. ടീം കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ എംപിമാരാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് മറികടന്ന് ചാടിയിരിക്കുന്നത്. ഇവർ മുന്നോട്ട് പോവുകയാണ്. നിരവധി മാധ്യമ പ്രവർത്തകരും അവർക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അവർക്ക് ഇതാ വഴിയൊരുക്കിക്കൊണ്ട് എംപിമാർ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷ എംപിമാർ ബാരിക്കേഡ് മറികടക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. സമാജ്വാദി പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും എല്ലാം എംപിമാരാണ് ഇപ്പോൾ ബാരിക്കേഡ് മറികടന്നിരിക്കുന്നത്. പോലീസ് അവരെ ഈ റോഡിന് മുന്നിൽ തടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ മടങ്ങിപ്പോകണം, ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ കമ്മീഷൻ അനുവദിച്ച 30 പേരെയെങ്കിലും മുന്നോട്ട് പോകാൻ അനുവദിക്കണമെന്ന് നിരന്തരം പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ പോലീസ് അതിന് തയ്യാറാകുന്നില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും AC വേണുഗോപാലും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ ബാരിക്കേഡിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. നിരവധി വനിതാ എംപിമാരുണ്ട്. എല്ലാവരെയും ഓഫീസിലേക്കുള്ള മാർച്ചല്ല, പോകാൻ പറ്റും. ഇവിടെ തടഞ്ഞ് എല്ലാവരും ഈ എംപിമാരെ തടയാനായിട്ടാണ് ഇത്രയധികം ഇപ്പോഴും ചെയ്യുന്നത്. വനിതാ എംപിമാർ ഉൾപ്പെടെ ഇപ്പോഴും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം, അതായത് കമ്മീഷൻ 12 മണി സമയമാണ് കമ്മീഷൻ ഈ എംപിമാർക്ക് അനുവദിച്ചിരിക്കുന്നത്. ആ 12 മണി ഇപ്പോൾ ആയിരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് തന്നെ 30 എംപിമാർക്ക് അവിടെ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തങ്ങളെ കടത്തിവിടണം എന്നാണ് നിരന്തരമായി ഇപ്പോൾ എംപിമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പോലീസോ കേന്ദ്രസേനയോ അതിന് തയ്യാറാകുന്നില്ല. ഇപ്പോൾ കയറ് പടം വെച്ച് എംപിമാരെ തടഞ്ഞിരിക്കുകയാണ്. ജനാധിപത്യത്തിനായുള്ള പോരാട്ടമാണ്. BJP നടത്തുന്ന ജനാധിപത്യത്തെ തകർക്കാനാണ്
നോക്കുന്നത്. ഇത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശക്തമായ ബഹുജന പ്രക്ഷോഭം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ അവസാനം വരെ പോരാടുക തന്നെ ശക്തമായ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അടിച്ചമർത്താനാകില്ല. We, the democratic forces, together we are fighting for the justice. ഇലക്ഷൻ കമ്മീഷൻ നാണം കെട്ടിരിക്കുന്നു. ഒരക്ഷരം ഉത്തരം പറയാനില്ല. ഇത്ര വലിയ കൊള്ള കണ്ടുപിടിച്ചിട്ട് ഒരക്ഷരം പറയാൻ കഴിയാതെ ഇലക്ഷൻ കമ്മീഷൻ നാണം കെട്ടി നിൽക്കുന്നു. ഒരു റൂമിൽ 80 വോട്ട്, ഒരു ഫ്ളാറ്റിൽ 5000 വോട്ട്. ഇതുപോലെ ലോക തട്ടിപ്പ് നടത്തി അധികാരത്തിൽ കയറിയ BJP ജനാധിപത്യത്തെ അപകീർത്തിപ്പെടുത്തി നാണം കെട്ട അവസ്ഥയിലെത്തിയിരിക്കുക. ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഈ ദുർനടപടികൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി ഇടപെടണം. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം. അതിനുള്ള പോരാട്ടമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തിരിക്കുന്നത്. BJP ഒഴിച്ചുള്ള ജനാധിപത്യം ഈ സമരത്തിൽ SIR വാപ്പസ് ലോ. നിങ്ങൾ നോക്കൂ, SIR എന്തിനു വേണ്ടിയാണ്?